സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തുണിക്കൊരു പഞ്ഞം ഇല്ല കേട്ടോ. ഇവിടെ നിന്നെങ്കിലായിട്ട് ഒപ്പിച്ച് തരും ഇത്താത്തയും ഉമ്മെല്ലായിട്ട്. അങ്ങനെ ഇത്താത്ത ഈ ഒരു തുണി തന്നിട്ടുണ്ടായി. ഇതിനെക്കൊണ്ട് നീ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരിക്കൽ വിചാരിച്ച് ഇത്താത്തക്ക് തന്നെ ടോപ്പ് അടിക്കാം, പിന്നെ ഫുൾ കൈക്കൊന്നും എത്തൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ ഒരു ഉടുപ്പ് കിട്ടിയാൽ അതിൻ്റെ അളവിലൊന്ന് സ്റ്റിച്ച് ചെയ്തതാണ്. അങ്ങനെ ഇതിൻ്റെ എല്ലാ നൂലാമാലകളെല്ലാം മാറ്റി ഒന്ന് വൃത്തിയിലാക്കി വെച്ച് എന്നിട്ടൊന്ന് ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച്. ഇത് മുറിച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ അബദ്ധം മനസ്സിലായത്. നൂല് വല്ലാണ്ട് വലിഞ്ഞു പോകുന്നുണ്ടായിന്. ഇത് മുറിച്ച അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിന്ന്, അല്ലെങ്കിൽ പിന്നെ ഈ അളവിലായിരിക്കില്ല തുണി ഉണ്ടാകാൻ, നന്ന ചെറിയ ഉടുപ്പായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ എന്താക്കി വേഗം മുറിച്ച അവിടെ തന്നെ വേഗം സ്റ്റിച്ച് ചെയ്യാൻ നിന്ന്. ഇതിന് ബാക്കിൽ സിബും ബാക്കിൽ ബോലം വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഇത് സാധാരണ ഒരു ഉടുപ്പാണ് അടിച്ചിട്ടുണ്ടായത്. ഇതിൻ്റെ ഇത് ഫ്രില്ലിട്ടത് നമ്മളെ യൂണിഫോമിൻ്റെ എല്ലാം ഫ്രില്ലില്ലേ അതുപോലെ തന്നെ ആക്കിയ ബോക്സ് ഫ്രില്ല് അങ്ങനെ എന്തോന്ന് പറയില്ലേ, അങ്ങനെ അതെല്ലാം ഇട്ട് അങ്ങനെ ഒരു ഒപ്പിക്കവൾ ഉടുപ്പാക്കി. ഇത് അടിക്കാൻ നിന്നിട്ട് ഒരു 2 ഉടുപ്പ് അടിക്കേണ്ട സമയമായിന് ഇത് അടിച്ച് ചെയ്യാൻ. ഇത് നല്ല ഭാഗത്ത് നിന്ന് അടിച്ച് എന്നിട്ട് മറിച്ചിട്ട് വേറെ അടിച്ച് അങ്ങനെയെല്ലാം ആക്കിയിട്ട് നൂല് വലിയാണ്ടിട്ട് പല ഇത് യൂട്യൂബിലെല്ലാം കണ്ട പോലെല്ലാം ചെയ്ത് അങ്ങനെ ആക്കിയിട്ടാണ് ഈ ഒരു ഉടുപ്പ് ഒന്ന് റെഡിയാക്കിയെടുത്തത്. അങ്ങനെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എത്തിയിട്ടുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ബാക്കിൽ പൂവെല്ലാം വെച്ച് സിപ്പെല്ലാം വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. മുമ്പിൽ ഇങ്ങനെയാണുള്ളത്, ബാക്കിൽ ഇങ്ങനെയും നല്ല പൂവെല്ലാം വെച്ചിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല.